ഓം ശാന്തി. ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും ആഗ്രഹിക്കുന്നവർ തനിക്ക് കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ കണങ്ങൾക്ക് പോലും ഈശ്വരനോട്, പ്രകൃതിയോട്, യൂണിവേഴ്സിനോട് നന്ദി പറയാൻ പഠിച്ചേ പറ്റൂ. ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നൽകുന്ന ഒരു കുഞ്ഞു സാധനത്തിന് പോലും നന്ദി പറയാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ, നമ്മൾ കയ്യിൽ കിട്ടുന്നതായിരിക്കുന്ന ഓരോ ചെറിയ അനുഗ്രഹത്തിന് പോലും വാല്യൂ ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും. ഒരു കൊച്ചു കഥ ഓർത്തു പോവുകയാണ്. ഒരു സിംഹം ഒരിക്കൽ രാവിലെ എഴുന്നേറ്റ് വേട്ടയ്ക്ക് വേണ്ടി പുറപ്പെടുകയാണ്. സിംഹം പുറപ്പെട്ടപ്പോൾ വല്ലാത്ത വിശപ്പ്. കുറച്ച് ദൂരം ഇങ്ങനെ യാത്ര അത് നടന്ന് നോക്കുമ്പോഴാണ് ഒരു മുയലിനെ കണ്ടു. അതിൻ്റെ പിന്നാലെ ചാടി ആ മുയലിനെ സിംഹം പിടിച്ചു. അടുത്ത സെക്കൻഡ് അതിന് കടിച്ചില്ല. അടുത്ത സെക്കൻഡിൽ കാണുകയാണ് ആ സിംഹത്തിന് തൊട്ടടുത്തൊരു മാൻ. അപ്പോൾ ഈ മുയലിനെ കൊണ്ട് വിശപ്പൊന്നും ആവില്ല എന്ന് തോന്നിയിട്ട് സിംഹം മുയലിനെ വിട്ട് അടുത്ത നിമിഷം മാനിൻ്റെ പിന്നാലെ ഓടി. മാനിൻ്റെ പിന്നാലെ ഓടി ഒരുപാട് ദൂരം ഓടിയെങ്കിലും അന്ന് വിധിവശാൽ സിംഹത്തിന് മാനിനെ പിടിക്കാൻ പറ്റിയില്ല. മാൻ രക്ഷപ്പെട്ട് പോയി കളഞ്ഞു. വിശപ്പ് കൊണ്ട് വളഞ്ഞു പോയി സിംഹം. അങ്ങനെ തളർന്ന് ക്ഷീണിച്ചൊരു മരത്തിൻ്റെ കടയ്ക്ക് കിടക്കുമ്പോൾ അത് വിചാരിക്കുകയാണ്, ആ മുയലിനെ തിന്നെങ്കിലും പക്ഷേ വേറൊരു മാനിൻ്റെ പിന്നാലെ ഓടാനുള്ള ശക്തി കിട്ടിയേനെ എന്ന്. ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ഈ പ്രപഞ്ചം നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും കൊണ്ടുതരും. ഒരു ജോലിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ സ്വപ്നം കണ്ടത് വലിയ ജോബാണ്, എനിക്ക് എത്തിച്ചേരാൻ ആഗ്രഹിച്ചത് അതാണ്, അതിനുവേണ്ടി ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കെ സപ്പോസ് എൻ്റെ താൽക്കാലികമായ ആവശ്യങ്ങൾക്ക് സഹായിക്കത്തക്ക രീതിയിൽ ഒരു ചെറിയ ജോലി കിട്ടുമ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ആ ജോലിയല്ലേ, എനിക്കെന്തുകൊണ്ട് ഇങ്ങനൊരു സാധനം വന്നു എന്ന് കരുതിക്കൊണ്ട് ആ ജോലിക്ക് പോവാതിരിക്കുക. അത് പോരാ എന്നുള്ളതായിരിക്കുന്ന നിരാശ നമ്മുടെ മനസ്സിനുള്ളിലേക്ക് വരികയും ചെയ്താൽ ആ വലിയ ജോലി, നിങ്ങളുടെ ഡ്രീം ജോബ്, അത് നിങ്ങളിലേക്ക് എത്താൻ ഒരുപാട് സമയമെടുക്കും. ഞാൻ ആഗ്രഹിച്ചത് ഒരു 20,000 മാനിഫെസ്റ്റ് ചെയ്യാനാണ്. എൻ്റെ എല്ലാ പരിശ്രമത്തിനും ഒടുവിൽ എനിക്ക് കിട്ടിയത് ഒരു 2,000 ആണ് ഇന്നത്തെ ദിവസമെങ്കിൽ മനസ്സിലാക്കുക, നമ്മുടെ വൈബ്രേഷൻ, നമ്മുടെ എനർജി ലെവല്, അല്ലെങ്കിൽ നമ്മുടെ തോട്ട്സിൻ്റെ ഫ്രീക്വൻസി ആ ലെവലിലേക്ക് ഉയരാത്തത് കൊണ്ടാണ് അത് അങ്ങനെ വരെ എത്താതിരുന്നത്. പക്ഷേ എന്നാലും എത്ര വരെ എത്തിയിട്ടുണ്ടോ അതിനെനിക്കിന്ന് 2,000 രൂപ കിട്ടിയല്ലോ, അതിന് നിങ്ങൾ ഈശ്വരനോട് താങ്ക്സ് പറഞ്ഞു നോക്കൂ, യൂണിവേഴ്സിനോട് താങ്ക്സ് പറഞ്ഞു നോക്കൂ. തന്നെത്താൻ അടുത്തൊരു എമൗണ്ട് വളരെ വേഗം നിങ്ങളെടുത്ത് വരികയും ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുകയും ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ലോങ് ജേണി എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് വെക്കാതെ ആ ലോങ് ജേണിയിലേക്ക് ആ പോയിന്റിൽ എത്തുക എന്നുള്ളത് മാത്രം നിങ്ങളുടെ ലക്ഷ്യമാണെങ്കിൽ ഒരിക്കലും നമ്മൾ എത്തുകയില്ല. ഓരോ ചുവടുകളിലൂടെ നടന്നാണ് നമ്മൾ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും നന്ദിയുള്ളവരാകുമ്പോൾ അതിൻ്റെ സയൻസ് എന്താ സംഭവിക്കുന്നത്? എനിക്ക് കിട്ടിയ ഒരു ഗ്ലാസ് വെള്ളം, ആ ഒരു ഗ്ലാസ് വെള്ളം വിശപ്പ് കൊണ്ട് തളർന്നു നിൽക്കുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ചാർജ് ചെയ്ത് കുടിച്ചു കഴിയുമ്പോൾ, ആ വെള്ളം കിട്ടിയതിന് ഞാൻ യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ നിന്നുള്ളതായിട്ടുള്ള നിറവ് ശരീരവും ആ ഊർജ്ജത്തെ പൂർണ്ണമായും സ്വീകരിക്കും. ഒരു പക്ഷേ ആ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ വയറ് നിറയ്ക്കാൻ പ്രാപ്തമായി തീരും. ആ മനസ്സിൽ നിന്നുണ്ടാവുന്നതായിട്ടുള്ള നിറവ്, സമൃദ്ധിയുടെ ഫീലിംഗ്, നല്ലൊരു ഫുഡ് നിങ്ങളുടെ മുന്നിലേക്ക് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങൾ ആഗ്രഹിച്ച പോലതായിട്ടുള്ള ആഹാരം നിങ്ങളുടെ മുന്നിൽ വന്നു ചേരും. പക്ഷേ ആ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോൾ അയ്യോ വിശന്നിട്ട് വയ്യോ, ഒരു ഗ്ലാസ് വെള്ളമാണ് കിട്ടിയത് എന്ന് വിചാരിക്കരുത്. എന്ത് കിട്ടുന്നു അതിലൊക്കെ തന്നെ നന്ദി. അതുകൊണ്ട് രാമായണത്തിലെ മറ്റൊരു സന്ദർഭം ഓർത്തു പോവുകയാണ്. ശ്രീരാമൻ വനവാസത്തിന് പോയപ്പോൾ പാതകങ്ങളെ സിംഹാസനത്തിൽ വെച്ച ശേഷം നന്ദിഗ്രാമത്തിൽ ജീവിച്ചുകൊണ്ടാണ് ഭരതൻ രാജ്യം ഭരിച്ചത് എന്ന് കഥയിൽ പറയുന്നുണ്ട്. വാസ്തവത്തിൽ നന്ദിഗ്രാമത്തിൽ ജീവിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തൻ്റെ കയ്യിലുള്ളതിനും കൂടെയുള്ളതിനും കിട്ടുന്നതിനും എല്ലാം നന്ദി പറയുമ്പോൾ ഈ ശ്വസിക്കുന്ന വായു ഒരു രൂപ പോലും കൊടുക്കാതെ രാവിലെ മുതൽ രാത്രി വരെ 24 hours നിങ്ങൾ അമ്മയുടെ ഗർഭത്തിൽ കിടക്കുന്ന നിമിഷം മുതൽ ഈ ദേഹത്തിൽ നിന്ന് പോകുന്നത് വരെയുള്ള സകല ദിവസങ്ങളിലും സകല സെക്കൻഡിലും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും അഥവാ നടക്കുമ്പോഴും എല്ലാ സമയത്തും സേവനം തരുന്ന വായു, ഈ പ്രപഞ്ചത്തിനോട് എത്ര നന്ദി പറയണം.
എത്ര എടുത്താലും തീരാതെ കിട്ടുന്നതായിരിക്കുന്ന വെള്ളം എത്ര നന്ദി പറയണം. മറ്റൊന്നും നമുക്ക് ഫ്രീ കിട്ടിയില്ലെങ്കിലും ഈ 2 കാര്യങ്ങൾ ഫ്രീ ആയിട്ട് സദാ തന്നുകൊണ്ടിരിക്കുകയാണ് യൂണിവേഴ്സ്. ആ 2 കാര്യത്തിന് നിങ്ങൾ താങ്ക്സ്ഫുള്ളായാൽ തന്നെ ബാക്കി അടുത്ത നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന നെസസറി ആയിരിക്കുന്ന കാര്യങ്ങൾ, അവശ്യ ഘടകങ്ങൾ തന്നെത്താൻ വന്നു ചേരും. വരുന്ന ഓരോ കാര്യത്തിനും താങ്ക്ഫുൾ ആയിരിക്കെ നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഒരു കൊച്ചു കൂരയിൽ കിടക്കുമ്പോൾ കയറിക്കിടക്കാൻ ഒരു കൂരയാണെങ്കിലും കിടക്കാൻ ഒരു കിടപ്പാടം എനിക്കുണ്ടല്ലോ എന്ന് നിങ്ങൾ നന്ദി പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയ വീട് എന്നതായിട്ടുള്ള സ്വപ്നം സഫലമാവും. വാടക വീട്ടിൽ കിടക്കുകയാണെങ്കിലും എന്നാലും കയറിക്കിടക്കാൻ എൻ്റെ എന്ന് പറയാൻ, ഒരാൾ ഇറക്കി വിടാതെ ഉറങ്ങാൻ ഒരിടം എനിക്കുണ്ടല്ലോ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നാളെ സ്വന്തം വീടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കുറച്ച് നിങ്ങൾക്ക് എണീറ്റ് നടക്കാനുള്ളതായിട്ടുള്ള ആരോഗ്യം ഉണ്ടെങ്കിൽ കിടന്ന കിടപ്പല്ലല്ലോ, എനിക്ക് എഴുന്നേറ്റ് നടക്കാനുള്ള ശക്തി തരുന്നുണ്ടല്ലോ എന്ന് നന്ദി പറയൂ. നിങ്ങൾ നല്ല ആരോഗ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. കിടന്നു പോകുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ പ്രാണൻ പോയിട്ടില്ലല്ലോ, ഇപ്പോഴും ഈ ശരീരത്തിലുണ്ടല്ലോ, ഭഗവാനെ നന്ദി എന്ന് പറഞ്ഞു നോക്ക്. എഴുന്നേറ്റ് നടക്കാനുള്ളതായിട്ടുള്ള ശക്തി നിങ്ങൾക്ക് കിട്ടും. എന്താണോ നമ്മുടെ ലൈഫിലുള്ളത് അതിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ആ മനസ്സിൽ നിന്നുള്ളതായിട്ടുള്ള നിറവ്, സമൃദ്ധി, ആ പോസിറ്റീവ് വൈബ്രേഷൻ മനസ്സിലെ സങ്കടക്കടലിനെ മുഴുവൻ വറ്റിച്ച് കളഞ്ഞുകൊണ്ട് സന്തോഷം നിറയ്ക്കും. സന്തോഷം എന്ന പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് പോസിറ്റീവ് എനർജീനെ അട്രാക്റ്റ് ചെയ്യുക ചെയ്യും. അതുകൊണ്ട് സദാ സന്തോഷത്തോടെ സദാ നന്ദിയുള്ളവരായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കൂ. തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾക്കും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കും. കിട്ടുന്ന ഒരവസരം പോലും മിസ്സാക്കരുത്, ഒരു ചാൻസ് പോലും തള്ളിക്കളയരുത്, ഒരു നിമിഷം പോലും നന്ദി പറയാത്തതുണ്ടാവരുത്. എങ്കിൽ എല്ലാ അവസരങ്ങളും തേടി വരും, എല്ലാ സന്തോഷങ്ങളും വരും, എല്ലാ ആനന്ദവും നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് നിറയും. നിങ്ങൾക്ക് അങ്ങനെ നിറയട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.